ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു, എല്ലാ അർത്ഥത്തിലും അവർക്ക് പഠിക്കാം. ലോകത്തെ ഏറ്റവും ആദ്യമായി യൂണിവേഴ്സിറ്റി സൃഷ്ടിച്ചത് മുസ്ലിം സ്ത്രീയാണെന്ന് മറന്നു പോകരുത്. മൊറോക്കോയിൽ ഇന്നുണ്ട് യൂണിവേഴ്സിറ്റി, യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ യൂണിവേഴ്സിറ്റി. പരിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്യുന്നത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അത് കഴിഞ്ഞാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ്. മറന്നു പോകരുത്. അത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്തതിൽ 2ാം സ്ഥാനം സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കല്ല, ഉമർ റളിയല്ലാഹു അൻഹുവിനല്ല, മഹാനായ ഇമാം ജാബിർ തങ്ങൾക്കല്ല, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്കാണ്. അവരൊരു സ്ത്രീയായിരുന്നു. അപ്പൊ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്ത്രീകളെ പറഞ്ഞു കയറ്റി എന്നിട്ട് അടിയിൽ കമന്റ് ചെയ്തുക, അല്ലോ ഇങ്ങനത്തെ ഇസ്ലാമിലെ പെണ്ണുങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണോ എന്ന്. ലോകത്ത് ഇസ്ലാമിനെ മനോഹരമായി ഇഷ്ടപ്പെട്ട് 100% ഇസ്ലാമിനെ പ്രണയിച്ച് അതെന്റെ വിമോചനത്തിന്റെ പ്രത്യയശാസ്ത്രമാണെന്ന ബോധത്തിൽ ഏറ്റെടുത്ത് എന്നാൽ വിവിധ മേഖലകളിൽ വിവിധങ്ങളായ സേവനങ്ങൾ ചെയ്യുന്ന എത്ര വനിതകളുണ്ട്. മതം പാലിച്ചുകൊണ്ട് തന്നെ. ഇത് മതം വിലക്കിയതാണോ?